പക്ഷേ ആരാടാ ഇവർ ലൈസൻസൊക്കെ കൊടുത്തതെന്ന് നമ്മുടെ നാട്ടിലെ ആളുകളുടെ ഡ്രൈവ് ചെയ്യുന്ന രീതിയൊക്കെ കണ്ടിട്ട് പലപ്പോഴും നമ്മളൊക്കെ പറയാറുള്ളതാണ്. പുതിയ ഡ്രൈവിംഗ് പരിഷ്കരണം നല്ല രീതിയിലല്ല സ്വീകരിക്കപ്പെടുന്നത്. പ്രത്യേകിച്ചും ഈ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളൊക്കെ അവർ പ്രതിഷേധത്തിൽ തന്നെയാണ് ഇപ്പോഴും. 9-ാം ദിവസവും 10-ാം ദിവസമാകുമ്പോഴും പ്രതിഷേധം കടുപ്പിക്കും. തിങ്കളാഴ്ച സെക്രട്ടേറിയറ്റിൽ വലിയ മാർച്ച് നടത്തും. ഇങ്ങനെയൊക്കെയാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ ഈ ഒരു പരിഷ്കരണത്തിൻ്റെ കുഴപ്പം? കാരണം ഇത് നല്ലതാണ് എന്ന് സമൂഹം ഇപ്പം വിലയിരുത്തപ്പെടുന്നുണ്ട് ആ രീതിയിൽ. കാരണം പഴയ പരിഷ്കരണ രീതി ഒരു മികച്ച ഡ്രൈവറെ കണ്ടെത്താൻ വേണ്ടിയിട്ട് സാധിക്കില്ല, അല്ലെങ്കിൽ ഒരു മികച്ച ഡ്രൈവർക്ക് ലൈസൻസ് കൊടുക്കുന്ന ഒരു രീതി ഒരു മൂല്യനിർണ്ണയ പ്രക്രിയ ആയിരുന്നില്ല പഴയ ഡ്രൈവിംഗ് ടെസ്റ്റ് എന്നാണ് അഭിപ്രായം വരുന്നത്. മാഷ് എങ്ങനെയാണ് ഇതിനെ വിലയിരുത്തുന്നത്? നമ്മൾ റോഡിൽ നടക്കുന്ന കുരുതികൾ കണ്ടാൽ എന്നുവെച്ചാൽ 16, 17, 18 വയസ്സായിട്ടുള്ള എത്രയോ കുട്ടികളാണ് നമ്മുടെ റോഡിൽ പൊലിഞ്ഞു പോകുന്നത്. അതിന് കാരണം റെക്ലെസ് ഡ്രൈവിംഗ് മാത്രമാണ് എന്ന് അതിൻ്റെ ദൃക്സാക്ഷികൾ എപ്പോഴും നമ്മളെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അത് കണ്ടാൽ സഹിക്കില്ല എന്ന് തന്നെയാണ് അവർ പലപ്പോഴും പറയാറുള്ളത്. അപ്പോൾ അങ്ങനെ ഉള്ള ശബ്ദം കേരളത്തിലെ പല തെരുവുകളിൽ നിന്നും ഉയരുകയും അത് കേൾക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഗതാഗത വകുപ്പ് ഇക്കാര്യത്തിൽ ഒരു പുതിയ സംവിധാനം കൊണ്ടുവരാനായിട്ട് ആലോചിച്ചത്. കാരണം കാര്യമായ രീതിയിൽ ഡ്രൈവിംഗ് പഠിക്കാതിരിക്കുകയും അതേപോലെ തന്നെ അതിൻ്റെ നിയമങ്ങൾ പാലിക്കാതിരിക്കുകയും ചെയ്യുന്ന ആളുകൾ ലൈസൻസ് എടുത്ത് വണ്ടി റെക്ലെസ്സായിട്ട് ഓടിച്ചാൽ അവരുടെ ജീവൻ മാത്രമല്ല അപകടത്തിലാകുന്നത്, വഴിയിൽ നിൽക്കുന്ന മറ്റാളുകളുടെ ജീവിതവും അപകടത്തിലാകുന്നു. സ്വന്തം ജീവിതം അപകടത്തിലാക്കുന്നതിന് ആർക്കും പരാതി ഉണ്ടാവില്ല, നീ പോയി ചത്തോ എന്നേ പറയുള്ളൂ. പക്ഷേ ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവൻ ചാവാൻ വേണ്ടി ഇറങ്ങുകയും മറ്റുള്ളവരെ കൊല്ലുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. നമ്മുടെ വഴിയോരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊലപാതക കേന്ദ്രമായിട്ട് മാറിത്തീരുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കൊലപാതകങ്ങളെ നിങ്ങളെന്തിനാണ് ലൈസൻസ് കൊടുത്ത് വിടുന്നത് എന്നാണ് ഈ ഉദ്യോഗസ്ഥന്മാരോട് ഞങ്ങൾ ചോദിക്കുന്നത്. അത് മാറ്റാൻ വേണ്ടിയിട്ടാണ് ക്വാളിറ്റി ഡ്രൈവിംഗ് ലൈസൻസ് കൊടുക്കാനായിട്ട് ഗവൺമെൻറ് തീരുമാനിക്കും. അതിൻ്റെ അടിസ്ഥാനത്തിൽ പുതിയ നിയമങ്ങൾ കൊണ്ടുവരുന്നു, പുതിയ പരിഷ്കാരം കൊണ്ടുവരുന്നു. പക്ഷേ ആ പരിഷ്കാരത്തെ എതിർക്കുന്നു. പരിഷ്കാരത്തെ എതിർക്കുക എന്ന് പറയുന്നത് എന്നും എക്കാലത്തും എവിടെയും സംഭവിച്ചിട്ടുള്ളൊരു കാര്യമാണ്. കാരണം അതിനോട് പൊരുത്തപ്പെടാനായിട്ടൊരു തയ്യാറാവില്ല. ഒരു ഫാക്ടറിയിൽ തന്നെ പുതിയ നിയമങ്ങൾ കൊണ്ടുവന്നാൽ, പുതിയ പരിഷ്കാരം കൊണ്ടുവന്നാൽ തൊഴിലാളികൾ അതിനോട് വിമുഖതാണ്. ഇവിടെ നിന്നാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ പ്രശ്നം പക്ഷേ ഡ്രൈവിംഗ് പഠിക്കാൻ വരുന്നവരല്ല പ്രതിഷേധക്കാർ, അവരെ പഠിപ്പിച്ച് ഡ്രൈവിങ്ങിന് കൊണ്ടുവരുന്നതായിട്ടുള്ള സ്കൂളുകളാണ്. അത് വലിയൊരു കച്ചവട മാഫിയാണ് ശരിക്കും പറഞ്ഞു. മുൻകാലങ്ങളിങ്ങനെ സ്വമേധയാ ഡ്രൈവിംഗ് ടെസ്റ്റിന് വേണ്ടിയിട്ട് വരുന്നവർക്ക് സംരക്ഷണം നൽകുമെന്ന് പോലീസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അവരെ കൂടി പിന്തിരിപ്പിക്കാനുള്ള ശ്രമമാണ് ഈ സ്കൂളുകാർ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടത്തിക്കൊണ്ടിരുന്നത്. അതങ്ങനെയാണ് സംഭവിക്കുകയുള്ളൂ. കാരണം സ്വമേധയ വന്ന് ലൈസൻസ് എടുത്ത് പോകുന്ന വളരെ അപൂർവമുള്ളൂ. ബഹുഭൂരിപക്ഷ ആളുകളും ഡ്രൈവിംഗ് സ്കൂളുകൾ വഴിയാണ് അവരുടെ ലൈസൻസ് എടുക്കാനായിട്ട് തയ്യാറാകുന്നത്. കാരണം അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, ഡ്രൈവിംഗ് സ്കൂളുകാർ ഇവരെ പഠിപ്പിച്ച് ശരിയാക്കി കൊണ്ടുവരുന്നു. രണ്ടാമത്തെ കാര്യം, ലൈസൻസ് എടുക്കാൻ പോകുന്ന വ്യക്തിക്ക് ലൈസൻസ് കിട്ടും എന്ന് ഉറപ്പ് വരുന്നത് ഈ ഡ്രൈവിംഗ് സ്കൂൾ സംവിധാനത്തിൻ്റെ സപ്പോർട്ടിലാണ്. മുൻകാലങ്ങളിൽ പണം കൊടുത്താൽ മതിയായിരുന്നു. വെറുതെ വഴി കൂടി ഒന്ന് ഓടിച്ച് കാണിച്ചു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ലൈസൻസ് കൊടുക്കുമായിരുന്നു. 2-3 മിനിറ്റ് ഒരു റോഡിലൂടെ വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ ഉടനെ ലൈസൻസ് കിട്ടുന്ന രീതിയായിരുന്നു പണ്ടുണ്ടായിരുന്നത്. വളരെ എളുപ്പത്തിൽ തന്നെ അല്ലേ? അത് എന്താണ്, ഈ ഡ്രൈവിംഗ് ലൈസൻസ് കൊടുക്കുന്നതായിട്ടുള്ള വെഹിക്കിൾ ഇൻസ്പെക്ടർമാർക്ക് തന്നെ അറിയാം അതൊന്നും ശരിയല്ല എന്ന്. പക്ഷേ ഈ പണത്തിൻ്റെ ഒരു ഒഴുക്ക് അല്ലെങ്കിൽ പ്രവാഹം മൂലം ഇതൊക്കെ എന്ത് ചെയ്യും, പാസ്സാക്കപ്പെടുക. അങ്ങനെ പണം അടിച്ച് ലൈസൻസ് അടിക്കുന്ന ഒരു രീതിയാണ് നിലനിന്നിരുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒരു സംഘമാണ് നമ്മളുടെ ഡ്രൈവിംഗ് സ്കൂൾ മാഫിയകൾ. മെയ് 1-നാണ് ഈ പരിഷ്കരണം കൊണ്ടുവരേണ്ടത്, പ്രാബല്യത്തിൽ വരേണ്ടത് എന്നാണ് പറഞ്ഞത്. അന്ന് തന്നെ വലിയ രീതിയിൽ പ്രതിഷേധം വന്നു. അന്ന് ഗതാഗത മന്ത്രി മലപ്പുറം മാഫിയാണ് ഈ പ്രതിഷേധത്തിന് പിന്നിൽ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഇത്തരം ആളുകളുടെ രീതി എന്ന് പറയുന്നത് ഈ ഒരു സംവിധാനം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് വല്ലാതെ കള്ളത്തരം കളിക്കാനുള്ള ഒരു അവസരം നഷ്ടപ്പെട്ടു പോകും എന്നതായിരിക്കും അല്ലേ? അല്ല, അവർക്ക് പണം കിട്ടാതെയാവും, അവർക്ക് മുൻപത്തെ പോലെ ലാഭം ഉണ്ടാക്കാൻ കഴിയില്ല. ഇതൊക്കെ കച്ചവടമായിട്ട് മാത്രം കണക്കാക്കുകയാണ്. അല്ലാണ്ട് ഡ്രൈവിംഗ് സ്കൂൾ നടത്തുന്ന ഒരു ഉടമയ്ക്കും നല്ല ഡ്രൈവർമാരുണ്ടാവണം എന്ന ആഗ്രഹമില്ല. അവർ സ്കൂൾ നടത്തുന്നത് അവർക്ക് പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ആ പണം ഉണ്ടാക്കാനായിട്ടുള്ള സാഹചര്യം ഇപ്പം നിലനിൽക്കുന്നത്. ഇതിനേക്കാൾ കൂടുതൽ സൗകര്യം നേരത്തെ ഉണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ പഠിക്കാൻ വരുന്നവരിൽ നിന്ന് ഒരു വിഹിതം വാങ്ങി വെഹിക്കിൾ ഇൻസ്പെക്ടർമാരും അതുമായി ബന്ധപ്പെട്ട നമ്മളുടെ RTO ഓഫീസിൽ അടച്ചാൽ ഡ്രൈവിംഗ് എങ്ങനെ നടത്തിയാലും അവർക്ക് ലൈസൻസ് കൊടുക്കുന്ന രീതി ഉണ്ടായിരുന്നു. കാരണം ഈ RTO ഓഫീസുകളെന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ അഴിമതി കേന്ദ്രങ്ങളാണ്.
അതിൻ്റെ തുടർച്ചയാണ് ഇപ്പോഴും. അഴിമതി ചിലപ്പോൾ കുറഞ്ഞിട്ടുണ്ടായിരിക്കാം എന്ന് മാത്രമേ ഉള്ളൂ. സമ്പൂർണ്ണമായിട്ട് കുറക്കാനായിട്ട് ഈ സംവിധാനത്തെ മുഴുവനും ശരിക്കും പറഞ്ഞാൽ ഇലക്ട്രോണിക് സംവിധാനത്തിൻ്റെ കീഴിലേക്ക് കൊണ്ടുവരേണ്ടതാണ്. അങ്ങനെ കൊണ്ടുവരുന്ന സമയത്ത് പിന്നെ അഴിമതിക്കുള്ള സാധ്യതകൾ തീർച്ചയായിട്ടും കുറഞ്ഞു പോകും. ഈ പ്രശ്നമാണ് യഥാർത്ഥത്തിൽ ഈ ഡ്രൈവിംഗ് സ്കൂൾ നടത്തുന്നതായിട്ടുള്ള സംഘം, അവർ സംഘടിത ശക്തിയാണ്. അതുകൊണ്ടാണത് മലപ്പുറം മാഫിയ എന്നൊക്കെ പ്രയോഗം വരുന്ന സമയത്ത് അതിന് പല സൈസ് അർത്ഥങ്ങൾ വേണമെങ്കിൽ പുറത്തു നിന്നുള്ളവർ വ്യാഖ്യാനിക്കാൻ സാധ്യതയുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് വിട്ടുകളെ ഡ്രൈവിംഗ് സ്കൂളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സംഘടിത ശക്തി അവരേതായാലും ഇതിനെ എതിർക്കുകയാണ് ചെയ്യുന്നത്. അവരുടെ എതിർപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ ടെസ്റ്റ് നടത്താൻ പോകുന്നത്. കാരണം നേരത്തെ 100, 120, 200 പേർക്ക് ഒരു ദിവസം എന്ത് ചെയ്യും ടെസ്റ്റിൽ പങ്കെടുക്കാനും ബഹുഭൂരിപക്ഷ ആളുകൾക്ക് ജയിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സംവിധാനമാണ്. ഗവൺമെൻറ് ഇപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് ഒരു പരിഷ്കരണത്തിൽ പറഞ്ഞിരുന്നത് 30 ഇവരുടെ പ്രതിഷേധത്തെ തുടർന്ന് അത് 40 ആക്കി കൊടുത്തിട്ടുണ്ട്. അത് 40 പേര് ഒരു ദിവസം എന്ന് പറയുന്നത്. കാരണം 40 പേരെയൊക്കെ ഒരുവിധം ഭേദപ്പെട്ട രീതിയിൽ ടെസ്റ്റ് ചെയ്ത് ഒരു ഗ്രൗണ്ടിൽ നിന്ന് പുറത്തുവിടാനായിട്ട് പറ്റുള്ളൂ. 100, 120 പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസാധ്യമായിട്ടുള്ള കാര്യമാണ്. വളരെ നേരത്തെ വെളുപ്പം കാലത്ത് തന്നെ തുടങ്ങുന്ന ടെസ്റ്റാണ്. എന്നിട്ട് ഈ 120, 140, 160, 200 ഉണ്ടെങ്കിൽ പോയി അതിങ്ങനെ നീണ്ട് വൈകുന്നേരം വരെ പോകും. പക്ഷേ അതിനേക്കാളൊക്കെ വളരെ ഉചിതമായി ശരിയായിട്ടുള്ള ഒരു സമീപനമായിട്ടാണ് നമുക്ക് എണ്ണത്തെ ക്ലിപ്തപ്പെടുത്തുക എന്ന് പറയുന്നത്. ഒരു ദിവസം ഒരു ഗ്രൗണ്ടിൽ ടെസ്റ്റ് നടത്താവുന്നതായിട്ടുള്ള ആളുകളുടെ എണ്ണം നിശ്ചയിച്ചത് നല്ല കാര്യം തന്നെയാണ്. 40 എന്ന് പറയുന്നത് 30 എന്നാലും ഏറ്റവും നല്ലത്. 40 ഒരു സാധ്യതയ്ക്ക് വേണ്ടിയിട്ട് അങ്ങനെ നീട്ടിവെച്ചിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. അതൊക്കെ നല്ല കാര്യങ്ങളാണ്. പക്ഷേ ആ നല്ല കാര്യങ്ങളും നടപ്പിലാക്കാനായിട്ട് ആരും സമ്മതിക്കുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഈ 40 പേരുടെ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഡ്രൈവിംഗ് സ്കൂളിൽ നിന്ന് അവർക്ക് ചിലപ്പോൾ 2 or 3 പേരെ മാത്രമേ ടെസ്റ്റിന് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അതാണ് പ്രശ്നം. ഒരു പ്രദേശത്ത് ഒരുപാട് ഡ്രൈവിംഗ് സ്കൂളുകളുണ്ടാവും. അപ്പോൾ ഓരോരുത്തർക്കും അവരുടെ അനുപാതം അനുസരിച്ച് കൊടുത്താൽ 2 പേരെ 3 പേരെ ചിലപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ടെസ്റ്റിനെ ഹാജരാക്കാനായിട്ട് പറ്റുള്ളൂ. ഇത് അവരുടെ വരുമാനത്തെ നല്ല രീതിയിൽ ബാധിക്കുന്ന ഒരു പ്രശ്നമായിട്ട് അവർ കാണുന്നുണ്ട്. നമ്മുടെ സംസ്ഥാനത്ത് 7000-ഓളം സ്കൂളുകളുണ്ട്, 76 സെന്ററുകളാണ് ഡ്രൈവിംഗ് ടെസ്റ്റ്. അപ്പോൾ ആ പ്രശ്നമാണ് അവരുടെ മുന്നിലുള്ളത്. അപ്പം അതിന് പരിഹാരം കാണുകയോ അല്ലെങ്കിൽ അവരെ അതിനെ പൊരുത്തപ്പെടുത്തി കൊണ്ടുവരികയോ ചെയ്യുക എന്നുള്ളതാണ് ഉദ്യോഗസ്ഥന്മാർക്കും അതേപോലെ തന്നെ സർക്കാരിനും ചെയ്യാവുന്നൊരു കാര്യം. അല്ലാണ്ട് സർക്കാർ ഇവരുടെ പ്രതിഷേധത്തിൽ കീഴടങ്ങിയിട്ടൊരു കാര്യമില്ല. കാരണം ഏറ്റവും ഉത്തമമായി ഡ്രൈവിംഗ് നടത്തുന്ന ഒരാൾക്ക് മാത്രമേ ഡ്രൈവിംഗ് ലൈസൻസ് കൊടുക്കാൻ പാടുള്ളൂ എന്നുള്ളത് ഗവൺമെൻറ് ഒരു പോളിസിയായിട്ട് വരണം. എങ്കിൽ മാത്രമേ നമുക്ക് റോഡിലൂടെ സമാധാനപൂർവ്വം സഞ്ചരിക്കാനായിട്ട് കഴിയും. ഇപ്പോൾ വിദേശ ജീവൻ പ്രശ്നമാണത്. അതെ, അതൊരു ജീവൻ സുരക്ഷയുടെ പ്രശ്നമല്ലേ? അത് വളരെ ഗൗരവമുള്ളൊരു കാര്യമല്ലേ? ഇപ്പോൾ വിദേശ രാജ്യങ്ങളിൽ നോക്ക് അവരെങ്ങനെയൊക്കെയാണ് ടെസ്റ്റ് നടത്തുന്നത്. വളരെ ഗൗരവപൂർവ്വവും വളരെ ബുദ്ധിമുട്ടാണ് ആ നാടുകളിലൊക്കെ ഡ്രൈവിംഗ് ടെസ്റ്റ് എടുക്കുക അല്ലെങ്കിൽ പാസ്സാകുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടേറിയ ഒരു പ്രക്രിയയാണ്, ഒരു രീതിയാണ്. പക്ഷെ നമ്മുടെ നാട്ടിൽ അത് വളരെ എളുപ്പവും കൈക്കൂലിയിലൂടെയും ആളുകൾക്ക് ചുളിവിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് എടുക്കാൻ പറ്റുന്നു എന്നുള്ളൊരു സാഹചര്യം എന്തായാലും മാറേണ്ടത് തന്നെയാണ്. അതുകൊണ്ട് ഈ പരിഷ്കരണം മാഷ് പറയുന്നത് മികച്ച ഒരു പരിഷ്കരണമാണ്. അല്ല, പരിഷ്കരണം ഈ മികച്ചതാണ് എന്ന് മാത്രമല്ല, അത് കുറച്ചും കൂടി മികച്ചതാക്കുന്നതിന് വേണ്ടിയിട്ട് ഇവരൊക്കെ ആയിട്ട് ചർച്ച നടത്താവുന്നതാണ്. അതിൻ്റെ ഒരു കൺവീനിയൻസും കൂടി ഉണ്ടല്ലോ. പരിഷ്കരണം കൊണ്ടുവരുന്ന സമയത്ത് അതിൻ്റെ അകത്ത് പല ബുദ്ധിമുട്ടുകളുണ്ടാകും. കാരണം നിലവിലുള്ള സംവിധാനം മാറി പുതിയ സംവിധാനത്തിലേക്ക് വരികയാണ്. അപ്പോൾ ആ പുതിയ സംവിധാനമായിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ വേണ്ടിയിട്ട് ഇവർക്കൊക്കെ ഒരുമിച്ചിരുന്ന് വീണ്ടും ചർച്ച ചെയ്യാൻ നല്ലതാണെന്നാണ് ഞാൻ പറയുന്നത്. സർക്കാരും ഡ്രൈവിംഗ് സ്കൂളുകാരായിട്ട് ചർച്ച ചെയ്ത് ഏതിലൊക്കെയാണ് മാറ്റങ്ങൾ വരുത്തേണ്ടത്, ഏതിലൊക്കെയാണ് പരിഷ്കരണം പുതുക്കേണ്ടത്, അതൊക്കെ നോക്കി അതൊക്കെ ചെയ്യാം, നല്ലതാണ്. പക്ഷേ രണ്ടു കൂട്ടർക്കും എന്ത് വേണം? പരിഷ്കരണമാണ് നല്ലത് എന്ന് പറയുന്ന മനസ്ഥിതി ഉണ്ടാകും. എങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അത് നടപ്പിലാക്കി എടുക്കാനായിട്ട് പറ്റുള്ളൂ. രാജ്യം ഇങ്ങനെ പുതിയതായിട്ട് മാറിക്കൊണ്ടിരിക്കുകയല്ലേ ചെയ്യുന്നത്. നമ്മുടെ രാജ്യം മാത്രമല്ല, ലോകത്തെ എല്ലാ രാജ്യങ്ങളും മാറിക്കൊണ്ടിരിക്കുകയല്ലേ ചെയ്യുന്നത്. നമ്മുടെ വീടുകളൊക്കെ പഴയ കാലത്ത് നമുക്ക് ഇഷ്ടംപോലെ ചെറ്റപ്പുരകൾ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. ഇപ്പോൾ ചെറ്റപ്പുരകളൊന്നുമില്ല, അതൊക്കെ മാറി. പുരോഗമനത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കുറച്ചും കൂടി മെച്ചപ്പെട്ട ജീവിത രീതിയിലേക്ക് വരികയാണ് ചെയ്യുന്നത്. ആ ജീവിതയുടെ ഭാഗമായിട്ട് തന്നെയാണ് നമ്മളുടെ വാഹനത്തിൻ്റെ വർധനമെന്ന് പറയുന്നത്. എല്ലാ വീടുകളിലും നമുക്ക് 1-2 വാഹനങ്ങൾ പുതച്ചു മൂടി കിടക്കുന്ന കാണാൻ പറ്റും, അല്ലേ? വാഹനമില്ലാത്ത വീടുകളില്ല. പക്ഷേ ഈ വാഹനം ഉണ്ടായതുകൊണ്ട് നമ്മളുടെ ജീവൻ അപകടത്തിലാവണം എന്ന് നമുക്ക് നിർബന്ധം പിടിക്കേണ്ടതുണ്ടോ? ഇല്ലല്ലോ. നമുക്ക് സുരക്ഷിതമായിട്ട് സഞ്ചരിക്കാൻ കഴിയണം, നമ്മളെ മക്കൾക്ക് സുരക്ഷിതമായിട്ട് സഞ്ചരിക്കാൻ പറ്റണം. നമ്മളുടെ മക്കൾ വണ്ടി ഓടിക്കുന്നുണ്ടെങ്കിൽ അവർ സുരക്ഷിതമായിട്ട് നല്ല രീതിയിൽ വണ്ടി ഓടിച്ച് ആജീവനാന്തം അവർക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ടുള്ള സൗകര്യം ഉണ്ടാവണം. കാരണം നമ്മളെപ്പോഴും ശുഭകരമായിട്ടുള്ള ഒരു ജീവിതത്തെയാണ് സ്വപ്നം കാണുന്നത്. ശുഭയാത്ര എന്ന് തന്നെ നമ്മളെപ്പോഴും യാത്രയ്ക്ക് പോകുന്ന ആളുകൾക്ക് എപ്പോഴും കൊടുക്കുന്ന ആശംസ അതാണ്. അതായത് നിങ്ങൾ മരണത്തിലേക്കല്ല പോകേണ്ടത്, നിങ്ങൾ ജീവിതത്തിലേക്കാണ്, കൂടുതൽ മെച്ചപ്പെട്ട ജീവിതത്തിലേക്കാണ് നിങ്ങൾ യാത്ര പോവുക എന്നാണ് നമ്മളവരെ ബോധ്യപ്പെടുന്നത്. പക്ഷേ ഇവിടുത്തെ സ്ഥിതി എന്താണ്?
വഴിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് പറയാൻ പറ്റില്ല. അത്രമാത്രം മാരകമായിട്ടുള്ള രീതിയിൽ വാഹനം ഓടിക്കുന്നതായിട്ടുള്ള കുറച്ച് ആളുകളെങ്കിലും നമ്മുടെ സമൂഹത്തിലുണ്ട്. അവർ മറ്റുള്ളവരുടെ ഡ്രൈവിങ്ങിനെ പോലും തയ്യാറാക്കുകയും അവരുടെ ജീവിതത്തെ അപകടത്തിലാക്കുകയും ചെയ്യുന്നു. അത് ഒഴിവാക്കാൻ പറ്റുന്ന ഏത് പരിഷ്കരണത്തെ നമുക്ക് കൈയടിച്ച് സ്വീകരിക്കാം എന്നാണ് ഞാൻ പറയുന്നത്. ഏറ്റവും മികച്ച ഉത്തമനായിട്ടുള്ള ഒരു ഡ്രൈവറെ പുറത്തിറക്കാനായിട്ടുള്ളൊരു സംവിധാനമായിട്ട്, ഒരു ഫിൽറ്ററിംഗ് സിസ്റ്റമായിട്ട് നമ്മുടെ ഡ്രൈവിംഗ് സംവിധാനം മാറിത്തീർന്നാൽ, അല്ലെങ്കിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് സമ്പ്രദായം മാറിത്തീർന്നാൽ ഞാനതിനെ എപ്പോഴും ശ്ലാഘിക്കുകയായിരിക്കും. അതാണ് നല്ലതെന്നേ പറയുകയുള്ളൂ. ഈ പരിഷ്കരണത്തിലെ ചില ആശങ്കകൾ ഈ MVD ഉദ്യോഗസ്ഥരുടെ സംഘടനയടക്കം പറയുന്നുണ്ട്. അതായത് സാധാരണ നമ്മൾ കാറിൻ്റെ ടെസ്റ്റ് എടുക്കുമ്പം സൈഡിൽ നമ്മുടെ കൂടെ സുരക്ഷയുടെ ഇതിന് വേണ്ടിയിട്ട് ഒരാൾ കൂടി ഈ ഡ്രൈവിങ്ങിൻ്റെ ഇൻസ്ട്രക്ടർ കൂടി ഇരിക്കാറുണ്ട്. അയാളുടെ കാലിലൊരു ബ്രേക്ക് പെഡലൊക്കെ ഉണ്ടാവും. എന്നാൽ ആ സംവിധാനത്തെ എടുത്തു കളയാണ്. ഒറ്റയ്ക്ക് തന്നെ ഒരാൾ വണ്ടി ഓടിക്കണം. അത്രയും ഭാഗമായാൽ ഒരാൾ വണ്ടി എടുത്താൽ മതി എന്നുള്ളൊരു കടുപ്പിക്കുന്ന ഒരു നിലപാടൊക്കെ ഇത്തരം ചില കാര്യങ്ങളിൽ ഇവർ സ്വീകരിക്കുന്നുണ്ട്. അതിനോടൊക്കെ വളരെ വലിയ രീതിയിലുള്ള ആശങ്കകളുണ്ട്. അത് ഏത് രീതിയിൽ അങ്ങനെ ഒരാൾക്ക് വണ്ടി കൊടുക്കാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളൂ. അതെ, ഡ്രൈവിംഗ് സ്കൂളിൽ പഠിപ്പിക്കാണ്ടിരിക്കുന്ന വണ്ടിക്കകത്ത് സൈഡിലിരിക്കുന്ന ഒരാൾ, അയാളാണ് ഇതെല്ലാം നിയന്ത്രിക്കുന്നത്. നമ്മളൊന്നും അറിയാൻ പാടില്ലാണ്ടാണ് വണ്ടി കയറുന്നത്. അപ്പോൾ നമ്മൾ വണ്ടി കയറി വണ്ടി ഓടിക്കാനായിട്ട് തുടങ്ങും. വണ്ടി ഓടിക്കുന്ന സമയത്ത് ആദ്യം തന്നെ എന്താണ് നമ്മുടെ സ്റ്റിയറിംഗ് ആണ് നമുക്ക് ബാലൻസ് ചെയ്യേണ്ടത്. ആ സ്റ്റിയറിംഗ് ബാലൻസ് ചെയ്യുന്ന സമയത്ത് അതിൽ മാത്രമായിരിക്കും നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. മറ്റേ നമ്മുടെ കാല്, ക്ലച്ചും മറ്റും ബ്രേക്കൊക്കെ ആയിട്ട് ഉള്ള കണക്ഷൻസും അതേപോലെ തന്നെ അതിൻ്റെ റിലേഷൻസൊക്കെ വളരെ കുറവായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നീടാണ് അതിലേക്ക് നമ്മളുടെ ശ്രദ്ധ നമ്മളുടെ ടീച്ചർമാർ, ഡ്രൈവിംഗ് ടീച്ചർമാർ നമുക്ക് നൽകുകയും നമ്മളതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് വണ്ടിയെ നിയന്ത്രിക്കുന്നത് അരികിലിരിക്കുന്നതായിട്ടുള്ള ഡ്രൈവർ അധ്യാപകനാണ്. അതിനാവശ്യമായിട്ടുള്ള വണ്ടികളാണ് അതിനുവേണ്ടി ഉപയോഗിക്കുന്നത്. അത് ഉപയോഗിച്ച് തന്നെ അവനെ പഠിപ്പിക്കാൻ പറ്റുള്ളൂ. അല്ലാണ്ട് സാധാരണ ഒരു കാറിലോ അല്ലെങ്കിൽ അതിനുള്ള ട്രക്കറിലോ അങ്ങനെയുള്ള സാധനത്തിലേക്ക് കയറ്റിക്കഴിഞ്ഞാൽ സംഭവിക്കുന്നത് എന്താണ്? ഒരു ലഗാനുമില്ല, നമ്മൾ ഓടിച്ച് എവിടെയെങ്കിലും ചെന്നാൽ ആക്സിഡൻ്റ് ഉണ്ടാവില്ലേ? അല്ല, അത്രയും ഭാഗമായവരെ പോയാൽ മതി ടെസ്റ്റിന്. ടെസ്റ്റിന് അങ്ങനെ പോയാൽ മതി. പക്ഷേ ടെസ്റ്റിന് മുമ്പ് ഈ പറയുന്നവരെ നിയന്ത്രിക്കാൻ കഴിയുന്ന തരത്തിലുള്ള വാഹനങ്ങൾ ഉപയോഗിക്കേണ്ടത് ഒരു ആവശ്യമാണ്. അതിലവരെ പാകപ്പെടുത്തി എടുക്കുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞതിന് ശേഷം ടെസ്റ്റിന് മുമ്പ് അത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള ആളുകൾ മാത്രം പോയാൽ മതി എന്നുള്ളത് ശരിയാണ്. അതുകൊണ്ട് തന്നെയായിരിക്കും ഈ 40 പേരിലേക്ക് ഇത് ചുരുങ്ങുകയും ചെയ്തത്. പക്ഷെ അത് ചെറിയൊരു സമയത്ത് മാത്രമുള്ള ഒരു സംവിധാനമാണ്. കാരണം എന്ന് വെച്ചാൽ ആദ്യം മാത്രമാണ് ഈ ഗ്യാപ്പിൻ്റെ പ്രശ്നം ഉണ്ടാവും. പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് സിസ്റ്റമാറ്റിക്കായി മാറിക്കഴിയുമ്പോൾ ആ പ്രശ്നം ഡ്രൈവിംഗ് സ്കൂളുകാർക്കും തോന്നില്ല, മറ്റാർക്കും തോന്നില്ല എന്ന് എനിക്ക് തോന്നണം. ആദ്യത്തെ ഒരു പ്രശ്നമാണത്. ഇത് പെട്ടെന്ന് ഉണ്ടാകുന്ന ഒരു ബ്രേക്ക്, നമ്മൾ പറയില്ലേ, ഒരു ബ്രേക്കിംഗ് പോയിൻ്റാണ് ശരിക്കും പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു പ്രശ്നം ആ സമയത്തുണ്ടാകും. കുറച്ച് കഴിയുമ്പോൾ അത് ശരിയായിരിക്കും. അപ്പോൾ എന്തായാലും നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റുന്ന പരിഷ്കരണങ്ങൾ ഉണ്ടാകുകയും ആ പരിഷ്കരണത്തെ നല്ല മനസ്സോട് സ്വീകരിക്കാനായിട്ട് തയ്യാറാവുകയും ചെയ്യുക എന്ന ഉപദേശം നമുക്ക് ഇതിനകത്ത് കൊടുക്കാനുള്ളൂ. എന്തായാലും ഡ്രൈവിംഗ് എന്ന് പറയുന്നത് ഒരു നിസ്സാര കാര്യമല്ല. അത് വളരെ സൂക്ഷ്മതയോടുകൂടി ഓടിക്കേണ്ട ഒരു സംവിധാനമാണ്, അല്ലെങ്കിൽ വലിയ പ്രശ്നമാണ്. ആ ഒരു കാഴ്ചപ്പാട് മലയാളിക്കുണ്ടാകണം. മലയാളിക്കുണ്ടാകാനായിട്ട് ഈ സമരവും അതേപോലെ ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും മാറിത്തീരട്ടെ എന്ന് നമുക്ക് കരുതാം. ഇതൊരു അനാവശ്യ പ്രതിഷേധ സമരമാണ്. അതെ, ഇത് അനാവശ്യമാണ്. ഇത് തിരുത്തണം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.